ഹായ് ഓൾ, ഇന്ന് നമ്മൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് 5th സെമസ്റ്ററിൽ വരുന്ന ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്നുള്ള പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് 5 പാർട്ടായിട്ടാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഹിസ്റ്ററി, ദെൻ ഇഷ്യൂസ് ഇൻ ട്രാൻസ്ലേഷൻ, ആൻഡ് ദെൻ ഫോർമൽ ആൻഡ് ഡൈനാമിക് ഇക്വാലൻസ്, കമ്പാരറ്റീവ് അനാലിസിസ്. അങ്ങനെ 5 പാർട്ടായിട്ടാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്നാണ്. അപ്പം അത് ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്ലേഷൻ ഈസ് ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി മീനിങ് ഓഫ് എ ടെക്സ്റ്റ് ഇൻ എ സോഴ്സ് ലാംഗ്വേജ് ഇൻ ടു എ കോംപ്രഹെൻസീവ് വേർഷൻ ഓഫ് ടാർഗറ്റ് ലാംഗ്വേജ്. അതായത് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ വിവർത്തനം ചെയ്യുക എന്നൊക്കെ പറയാം. അപ്പോൾ അതായത് ഒരു സോഴ്സ് ലാംഗ്വേജ് ഉണ്ടാവും. ഇപ്പോൾ ഇംഗ്ലീഷാണ് സോഴ്സ് ലാംഗ്വേജ് എങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മലയാളത്തിലേക്കാണെങ്കിൽ മലയാളമാണ് ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, മലയാളമാവും സോഴ്സ് ലാംഗ്വേജ്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ആവും ടാർഗറ്റ് ലാംഗ്വേജ്. ഈ സോഴ്സ് ലാംഗ്വേജിൽ നിന്ന് ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ഒരു തരത്തിലുള്ള, അതായത് അത് കൺവേ ചെയ്യുന്ന മെസ്സേജിൽ ഒരു തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് ഒന്നും വരാതെ തന്നെ മറ്റൊരു സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ് ട്രാൻസ്ലേഷൻ ഉള്ള വേർഡിൻ്റെ അർത്ഥം. അതായത് ചിലവർ ഇതിന് എന്താണ് ട്രാൻസ്ലേഷൻ എന്താണ് ഇതൊരു ആർട്ടായിട്ടും അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. മറ്റു ചിലർ ഇതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള ട്രാൻസ്ലേഷനിൽ നിന്നാണ്. അപ്പം ഇതിന് രണ്ടായിട്ടാണ്, ട്രാൻസും പിന്നെ ലാറ്റും. അപ്പം അതിൽ നിന്ന് ടുഗെദർ മീനിങ് എ ക്യാരിയിങ് എക്രോസ്, ആ ഒരു വേർഡിൽ നിന്നാണ് ഈ ട്രാൻസ്ലേഷൻ എന്നുള്ള വേർഡ് ഇംഗ്ലീഷിലേക്ക് എടുത്തത്. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ ബിസിനസ് ഓഫ് ക്യാരിയിങ് അക്രോസ് എ മെസ്സേജ് ഓർ റിട്ടേൺ കോണ്ടൻറ്റ് ഫ്രം വൺ ടെക്സ്റ്റ് ടു അനദർ. അതായത് ഇതൊരു ബിസിനസ് പോലെയാണെന്നാണ് പറയുന്നത്. അതായത് ഒരു ലാംഗ്വേജിലുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരു ലാംഗ്വേജിലേക്ക് എന്താണ് അതിൻ്റെ അർത്ഥമൊന്നും നഷ്ടപ്പെടാതെ അതേ സ്റ്റാൻഡേർഡിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ലാംഗ്വേജിൽ നിന്ന് അതേ ലാംഗ്വേജിലേക്ക് തന്നെ ട്രാൻസ്ലേഷൻ വരും. അതായത് ഡയലക്റ്റ് വെച്ചിട്ട്, ഇപ്പം മലയാളത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സിൽ ഓരോ ടൈപ്പിലാണ് ഡയലക്റ്റ്, ഓരോ ഡയലക്റ്റിലാണ് മലയാളം സംസാരിക്കുന്നത്. അതായത് ഇപ്പോൾ പാലക്കാടൻ സ്റ്റേറ്റിലും വയനാടൻ സ്റ്റേറ്റിലേക്കൊക്കെ വരുമ്പം ട്രാൻസ്ലേഷനിൽ ഡയലക്റ്റിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പം അങ്ങനെയും ഡയലക്റ്റ് ബേസ് ആയിട്ടും ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബെസ്റ്റ് ആസ് സീൻ ആസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് വേർ ദ ട്രാൻസ്ഫർ ഓഫ് എ മെസ്സേജ് ഓർ റിട്ടേൺ കണ്ടന്റ് ഫ്രം വൺ ലാംഗ്വേജ് ഇൻ ടു എ ന്യൂ ലാംഗ്വേജ് ടേക്സ് പ്ലേസ്. ഒരു ലാംഗ്വേജിൽ നിന്ന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തുന്നത് എന്ന്. അപ്പം ഇതിനൊരുപാട് ഡെഫിനിഷൻസ് ഒക്കെ ട്രാൻസ്ലേഷന് വന്നിട്ടുണ്ട്. റോമൻ ജാക്കബ്സൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിംഗ്വിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ട്രാൻസ്ലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വെർബൽ സയൻസ് ബൈ മീൻസ് ഓഫ് സം അതർ ലാംഗ്വേജ്. അതായത് വെർബൽ സയൻസിന് എന്താണ് മറ്റൊരു ലാംഗ്വേജിലേക്ക് ഒരു മീനിങ് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയും കാംബ്രിഡ്ജ് ഡിക്ഷണറിയും അങ്ങനെ ഒരുപാട് എന്താണ് മീനിങ്സ് ഈ ട്രാൻസ്ലേഷൻ എന്നുള്ള വേർഡിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 3rd മില്ലേനിയം BC പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിൽ ഇങ്ങനെ ഒരു ബിസിനസ് ഒഫീഷ്യലിന് ആയിട്ടുള്ള ഒരു എംപയറിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ട്രാൻസ്ലേഷനൊക്കെ എഡിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ റൈറ്റേഴ്സാണ് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യേൻ്റെ കേസ് വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ട് ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരുന്നത് ഈ രാമായണ, മഹാഭാരത അങ്ങനെയുള്ള എപ്പിക് വർക്ക്സിലാണ് എന്ന്. അതുപോലെ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ കേസിൽ വരുമ്പോൾ 19ാം നൂറ്റാണ്ട് വരെ കൂടുതലും ഇപ്പോൾ റൈറ്റേഴ്സ് സ്വന്തമായി എഴുതുന്നതിന് പകരം റീടെല്ലിങ്സ്, അതുപോലെ തന്നെ അഡാപ്റ്റേഷൻസ്, ഇൻ്റർപ്രിട്ടേഷൻസ്, ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവർത്തനം ചെയ്യുക, അഡാപ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള അതേ സ്റ്റോറി തന്നെ മലയാളത്തിലേക്ക് അതേപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യുന്നതിനാണ് പറയുന്നത്. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ചെയ്ത് വെച്ച വർക്കിൽ നിന്ന് അതിനൊരു മീനിങ് കണ്ടെത്തുക, അല്ലെങ്കിൽ ക്രിറ്റിസിസം നടത്തുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ റീടെല്ലിങ്സ് എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞു വെച്ച കഥ എന്താണ് ഒന്നും കൂടെ ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒന്നും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ആക്കി അല്ലെങ്കിൽ ഒരു പുതിയ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് റീടെല്ലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. മെഡിസിനിൽ ആസ്ട്രോണമി, മെറ്റലർജി, ട്രാവൽ, പ്രാകൃത്, പേഷ്യൻ ഇങ്ങനെയുള്ള ലാംഗ്വേജിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എന്താണ്
ട്രാൻസ്ലേഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാലത്തൊന്നും ഈ ട്രാൻസ്ലേഷന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു 20th സെഞ്ച്വറിയിലേക്ക് എത്തിയ സമയത്ത് ഈ ട്രാൻസ്ലേഷൻ എന്നുള്ളത് ഒരു വലിയൊരു ബ്രാഞ്ചായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്, ഓട്ടോണമസ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ്റെ സമയത്ത് എന്താണ് ഈ ട്രാൻസ്ലേഷൻ നമ്മളെ മറ്റുള്ള രാജ്യങ്ങളിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ആർട്ടിൽ, ക്രാഫ്റ്റിൽ, എഡ്യൂക്കേഷനിൽ, ലിറ്ററേച്ചറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന ചേഞ്ചസ്, ഡെവലപ്മെൻറ്റ്സ്, ഇതിനൊക്കെ കുറിച്ച് അറിയാൻ എന്താണ് ഈ ട്രാൻസ്ലേഷൻ എന്നുള്ളത് വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പോസ്റ്റ് മോഡേൺ വേൾഡിൽ ഈ ട്രാൻസ്ലേഷൻ എത്രത്തോളം റെലവൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 1.6 ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. പോസ്റ്റ് മോഡേൺ വേൾഡിൽ ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറുകയാണ്. അതായത് മറ്റുള്ള കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിൻ്റെ ഇടയിൽ എന്താണ് സോഷ്യോ കൾച്ചറൽ ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഈ ട്രാൻസ്ലേഷൻ മാറുക എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൈനീസ് പോലെയോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ഭാഷകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ട്രാൻസ്ലേഷൻ അല്ലാതെ നമുക്ക് മുന്നിൽ വേറൊരു മാർഗവും ഇല്ല. അപ്പോൾ എന്താണ് ഈ ട്രാൻസ്ലേഷൻ ഈ സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പണ്ട് കാലത്തെ എഴുതിയ വർക്കുകൾ അതിൻ്റെ മീനിങ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം ഓൾഡ് ഇംഗ്ലീഷ് ആയാലും നമുക്ക് അത്രത്തോളം മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ന്യൂ ഇംഗ്ലീഷിലേക്ക് മാറ്റിയതൊക്കെ എന്താണ് ഈ ട്രാൻസ്ലേഷൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. അപ്പോൾ ഇന്ത്യേൻ്റെ കേസിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എത്രയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ് സ്പീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലാംഗ്വേജിൽ നിന്ന് പുറത്തു വരുന്ന റിട്ടൺ വർക്ക്സ് ആയിക്കോട്ടെ, ഒരാൾ സ്പീച്ച് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ നോളേജ് ഒക്കെ എന്താണ് ഈ ഇന്ത്യക്കാരിൽ തന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ട്രാൻസ്ലേഷൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ട്രാൻസ്ലേറ്റർ. ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഫെയ്ത്ത്ഫുൾനെസ് ടു ദ ഒറിജിനൽ ടെക്സ്റ്റ് ആൻഡ് ദി ഓതർ. അപ്പോൾ നമ്മളൊരു കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സോഴ്സ് ലാംഗ്വേജിനെ കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഓതർ പറയുന്ന മെസ്സേജിനെ കുറിച്ചിട്ട് എന്താണ് കൃത്യമായിട്ടുള്ളൊരു സെൻസും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെന്താണ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് ഇങ്ങനെ സ്കിൽസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് യൂസിങ് ദ റൈറ്റ് ടൂൾസ്. അപ്പോൾ നമ്മളിപ്പോൾ മറ്റുള്ളൊരു ഭാഷയിലൊരു സാധനം ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൃത്യമായിട്ട് നമ്മളതിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കാം. അതായത് ബൈലിംഗൽ ഡിക്ഷണറീസ് വേണം, എൻസൈക്ലോപീഡിയാസ് വേണം, ഈ ഡിക്ഷണറീസ് വേണം. ഇതിൽ നിന്നൊക്കെ ക്ലിയർ ആയിട്ടുള്ള നോളജും ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളതാണ് ഫോക്കസ് ഓൺ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സ് എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് എത്രയും കൂടുതൽ അട്രാക്റ്റീവും ഭംഗിയുള്ളതും ആക്കിയിട്ട് ചെയ്യാനാണ് ഈ ട്രാൻസ്ലേറ്റേഴ്സ് ശ്രമിക്കുകയാണ്. ഫോക്കസ് ഓൺ റീഡിങ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രീ റിക്വസൈറ്റ്. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ഒരു ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ എന്താണ് നന്നായിട്ട് റീഡ് ചെയ്തിരിക്കണം. എത്ര തവണ റീഡ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ റീഡ് ചെയ്തിരിക്കണം എന്ന്. പിന്നെ ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് അതിനൊരു ഗ്രാമർ ഉണ്ടാവും, സിൻടാക്സ് ഉണ്ടാവും, സെമാൻറ്റിക്സ് ഉണ്ടാവും, അതിൻ്റെ പ്രാഗ്മാറ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ട്രാൻസ്ലേറ്റർ ആവാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ. ഒരു മെച്യൂർ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റർ എന്താണ് നല്ല രീതിയിൽ വൊക്കാബുലറി ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ സോഴ്സ് ലാംഗ്വേജിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. പിന്നെന്താണ് ഗിവിങ് എ ഫിനിഷിംഗ് ടച്ചാണ് 8th പോയിന്റ്. അതായത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു ചുമ്മാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുന്നതിന് പകരം എന്താണ് ഒരു ഫിനിഷിംഗ് ടച്ചോടെ ഒരു സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയണം എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് പോർഷനിൽ ഇതിൻ്റെ സമ്മറി കൊടുത്തിരിക്കുന്നത് ഇൻ ദിസ് ലെസൺ യു ലേൺ ദ മീനിങ് ആൻഡ് ദി ഒറിജിൻ ഓഫ് ദി വേർഡ് ട്രാൻസ്ലേറ്റ്, various definitions of translation. You were also introduced to the immense scope of translation. You were enlightened on the relevance of translation in postmodern world. അപ്പോൾ അത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ 1.